ഇതാട്ടോ അച്ചാരെ നമ്മൾ വന്ന് വല ആ വല ഏതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് ഡാമിൻ്റെ എൻ്റെ അവിടെ മച്ചാവരെ നമ്മളിന്ന് സൈക്ലിംഗ് അല്ല കേട്ടോ സൈക്കിൾ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് റെസ്റ്റ് എടുത്തേക്കാണ് എല്ലാ ദിവസവും സൈക്കിൾ ഓട്ടി മടുപ്പായല്ലേ കാണുന്നത് നിങ്ങൾക്കും മടുപ്പായി കാണുള്ളൂ സൈക്ലിംഗ് തന്നെ ഒന്നും ആകുമ്പോൾ എന്നപ്പോൾ നമ്മൾ 2 വീലർ തന്നെ ഇച്ചിരൂടെ പവറുള്ളതാക്കാന്ന് വെച്ച് ഞങ്ങളെ 2 ബൈക്ക് ഇന്ന് നമ്മൾ ഉൾപ്പൂണി കയറാണ് ഉൾപ്പൂണി ഇന്ന് മറ്റേ ഇതാണ് ഹാപ്പി അവറാണ് ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് ഇത് നമ്മുടെ സ്പ്ലെൻഡർ നമ്മുടെ 180 2 വണ്ടിയും കൊണ്ട് നമ്മളിന്ന് കയറണമായിരിക്കും ഏത് വണ്ടി സെറ്റപ്പായിട്ട് കയറി പോണേന്ന് നോക്കാം ഓഫ് റോഡ് 180 നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള വണ്ടിയാണല്ലോ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറവാണ് അപ്പോൾ പവറിൻ്റെയും വ്യത്യാസമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഏത് വണ്ടിയാണ് നല്ലത് നമുക്ക് നോക്കാം പിന്നെ ഓടിക്കണവൻ്റെ കഴിവും പോലെ ഇരിക്കും കേട്ടോ അത് പറയുന്ന കാര്യമില്ല എന്നുവെച്ചാൽ നമുക്ക് നേരെ പറപ്പിച്ചേക്കാം ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കെന്നാൽ പയ്യെ പോയേക്കാം ഇതാണ് ഇല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് പേടിയായതുകൊണ്ട് ഊരി വെച്ചേക്കണം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് പോയേക്കാം മൊത്തം നല്ല വളവും തിരിവും അങ്ങനത്തെ വഴിയാണ് ഫുള്ള് ഉൾപ്പൂണി കാണാത്തവരായിട്ട് കാണുകയല്ലോ അല്ലേ എല്ലാവരും ഉൾപ്പൂണി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിറച്ച് വീഡിയോസ് ഉണ്ടല്ലോ നേരിട്ടും വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് എല്ലാവരും പിന്നെ അല്ലാണ്ട് യൂട്യൂബിൽ ഉൾപ്പൂണി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് വീഡിയോ ആയിരിക്കുമല്ലോ ഏതാ മൊത്തം സീൻ വളവുകളാണ് കാലൊക്കെ വെച്ച് വീശാനുള്ള കാരണം വേണ്ട ഫുള്ള് മലയല്ലേ മലയുടെ മണ്ടയിലോട്ട് തന്നെയാണല്ലോ നമ്മൾ കയറുന്നത് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ നല്ല തീ വെയിലായിരിക്കും കേട്ടോ അതൊരു കാര്യമാണ് നേരെ നമ്മൾ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞോന്നറിയില്ല ഇതാണ് നമ്മൾ പോകുന്ന വഴിക്കൊരു ഷാപ്പുണ്ട് ഷാപ്പിൻ്റെ പേര് മുള്ളംകൊല്ലി എന്നും പറയും പിന്നെ ആശ്രമം ഷാപ്പ് എന്നും പറയും അല്ലേ ഇവിടെ കയറി നൈസായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടോപ്പിലെത്തി അല്ലേ ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് കഴിയുമ്പോൾ നമ്മൾ ഓഫ് റോഡിലോട്ട് കയറും ഇതാണ് കേട്ടോ ഷാപ്പ് താഴെ അടിപൊളി സ്പോട്ടാ നൈസാ താഴെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഒന്ന് കാണിക്കാം വിശക്കാൻ തുടങ്ങി കഴിച്ചില്ല ഒന്നും രാവിലെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിലേ അതങ്ങ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചു അപ്പം മച്ചന്മാരെ ഷാപ്പിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ കപ്പയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സീനായി പൊട്ടും ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കയറിയേക്കാം അല്ലേ ഇനി പെട്ടെന്ന് ഓഫ് റോഡ് എത്തൂലേ ഇനിയൊരു 5 മിനിറ്റ് പിന്നെ അവിടെ നിന്ന് കയറി നല്ല വെയിലൊക്കെ അടിച്ച് കുറച്ച് ഓഫ് റോഡൊക്കെ അടിച്ച് നല്ല വെയില തീ വെയില അതുപോലെ ഇനിയിപ്പോൾ നേരെ കയറിയേക്കാം അല്ലേ സമയം കളയണ്ട പരമാവധി നേരത്തെ കയറാം വൈകിട്ടായി കഴിഞ്ഞാലേ മഴ പെയ്ത് കഴിഞ്ഞാൽ സീൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള പ്രദേശം ആയതുകൊണ്ട് ഇടിവെട്ട് സീനാണ് എല്ലാത്തിനെയും നോക്കേണ്ടി വരും പല്ലൊക്കെ കമ്പിട്ടൊക്കെ ഇടി പിടിക്കും പല്ല കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നേരെ പറപ്പിച്ചേക്കാം മേളിലോട്ട് നേരെ ഓഫ് റോഡ് മച്ചാരെ നമ്മുടെ ചെറിയ ഓഫ് റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പയ്യെ പോയേക്കാം ഇത് ചെറിയ ഓഫ് റോഡേ ഉള്ളൂ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മെയിൻ പരിപാടി ഇത് സിമ്പിളായിട്ട് വണ്ടി കയറി പോകണേ ഉള്ളൂ അത്യാവശ്യം അങ്ങനത്തെ ഓഫ് റോഡ് വഴിയൊക്കെ ഓടിച്ചവർക്കൊന്നും ഇതൊന്നും ഓഫ് റോഡായിട്ട് തോന്നുകയല്ല കാരണം നല്ല രീതിയിൽ കിടക്കുന്നതാണ് ടാറിങ് ആയിട്ടില്ല എന്നാലും റോഡ് ആ ഒരു സെറ്റപ്പിൽ കിടക്കുന്ന വഴികളാണല്ലേ
തിന്നുന്നുണ്ട് അത്യാവശ്യം. ഇതാണ് സീൻ, ഇങ്ങനെ ഈ കല്ലും കൂട്ടമായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് രണ്ടുപേർക്കും പോകാനായിട്ട് നല്ല വഴി ഉണ്ടായിരുന്നു. രണ്ടും കൂടെ എന്നിട്ട് കല്ലും കൂട്ടത്തിൽ കൂടെ തന്നെ കയറിയെന്നല്ലേ. അത് ഇടയ്ക്ക് അങ്ങനെയാണ്, നമ്മൾ എന്തോരം ശ്രദ്ധിച്ചാലും നമ്മൾ കറക്റ്റ് വേണ്ടാത്തതിനകത്തൂടെ കയറുള്ളൂ. ഇപ്പം ഞാൻ കയറിയ പോലെ അപ്പുറത്തോടെ നല്ലതല്ലായിരുന്നോ. പിന്നെ നമുക്ക് എടുത്ത് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന റിസ്ക്കാണ് കേട്ടോ. അത് കുഴപ്പമില്ല. പക്ഷെ അഡ്വഞ്ചർ അടിക്കണ സെറ്റപ്പ് നമുക്ക് ചാടിത്തുള്ളി പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇടപാട് തീരും. അതുകൊണ്ട് ഇച്ചിരി നോക്കിയിട്ട് വണ്ടി നശിപ്പിക്കാണ്ട് കയറി പോകണം. അതാണ് ഏറ്റവും മെയിൻ നമ്മുടെ ഇതിനകത്തെ ഒബ്ജക്റ്റീവ്. ഏറ്റവും നന്നായിട്ട് ചാടി കയറുന്നതിനേക്കാളും നമ്മളതാണ്, നമ്മൾ ഒത്തിരി കൂലിക്ക് വണ്ടി കളയാണ്ടേ. അഡ്വഞ്ചർ വണ്ടി എന്ന് പറഞ്ഞാൽ അതിനുള്ള രീതിയിൽ പണിത് വെച്ചേക്കണം അല്ലേ. എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നോക്കിയാൽ നമ്മൾ വണ്ടിക്ക് പണിയാവാണ്ട് നമ്മൾ ഓഫ് റോഡ് കംപ്ലീറ്റ് ആക്കുക. അല്ലാണ്ട് ചാടിത്തുള്ളി ആദ്യം കയറി ചെല്ലണം എന്നൊരു മൈൻഡ് ആക്കണ്ട. ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാം നമുക്ക്. അവൻ്റെ വണ്ടിക്ക് ഇത്തിരി ഫസ്റ്റ് ഇതാണ്, നമുക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഇറക്കിറങ്ങി അവൻ പറഞ്ഞ് ശരിയാണ്, വെയിറ്റ് ഉള്ള വണ്ടി അത്ര കിടന്ന് ചാടൂല, അവൻ്റെ നല്ലോണം കിടന്ന് തുള്ളും. ആടാ തെന്നിയാ കയറണം വെച്ചാൽ വരെ. ഇപ്പം പറഞ്ഞോളൂ വണ്ടി നോക്കണ കാര്യം, എന്നിട്ടാണ് അവന്മാർ ചാട്ടം ചാടിച്ചെന്നല്ലേ. എപ്പോഴും പറയണ പോലെ നടക്കൂല അത്. ഇങ്ങനെ രീതിയിലേ വീഡിയോ എടുക്കുന്ന ഒരു സെറ്റപ്പ് കിട്ടിയായിരുന്നു. അന്നേരം ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ എടുത്തു തുടങ്ങി. ഇത് പക്ഷേ ഒരു പുതിയ സെറ്റപ്പാണല്ലോ, ആ ഒരു ഫീല് തോന്നണം. അന്നേരം ഇത് ഒരു ഏതാണ്ടൊരു വിമിഷ്ടം പോലെ. അപ്പോൾ അതുപോലെ വീഡിയോ അതിനനുസരിച്ച് ഈ വീഡിയോ അയ്യോ അത് പറഞ്ഞോണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് തെന്നിപ്പോയി വെച്ചാൽ വരെ ഞങ്ങൾ വീണില്ല കേട്ടോ. ഒത്തിരി സംസാരത്തിലോട്ടായി പോയി, ഞാൻ അതുകൊണ്ട് വഴി ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ ആ ഒരു ഇതുണ്ട്. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്ന ഒരു ഫീലാണ് ഇതിപ്പോൾ തുടങ്ങിയപ്പോഴേ. അതുകൊണ്ട് ഇത് അതിനനുസരിച്ച് സെറ്റപ്പ് ആകാൻ ചാൻസ് ഇല്ല. ഈ റൈഡ് ഒരു 2-3 പ്രാവശ്യം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെ എടുക്കണ്ടേന്നുള്ളൊരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തോ അതിനവിടെ വീണില്ല കേട്ടോ, പക്ഷേ കൈക്കിട്ട് നല്ല ഇടി കിട്ടി. ഓ ആ ക്ലച്ച് കയറി താങ്ങിയത്. കുഞ്ഞനൊന്നും അറിഞ്ഞില്ല, അവൻ വിട്ടുപോയി. അവൻ കേട്ടില്ല, കേക്കത്തില്ല. ഏതാ കുഞ്ഞൻ ബ്രോ, ഏതാടാ നോക്കി എടുത്ത മലയൊക്കെ ഉണ്ട്. തണലുണ്ടോ ഇവിടെ എവിടെയും? തണലില്ല, നമുക്കെന്നാ വഴി തന്നെ വണ്ടി എടുത്താൽ വെച്ചാൽ മതി. DC കോളേജ് കാണാം. DC കോളേജ് ഇല്ലേ? DC കോളേജ് കാണാം. അതെ, വാഗമണ് DC കോളേജ്. എന്നൊക്കെ അപ്പുറം തേയിലത്തോട്ടത്തോട് പിടിച്ചാലോ. അതിൽ തേയിലത്തോട്ടം വൈബും പിന്നെ അതിൽ ഓഫ് റോഡിന് തേയിലത്തോട്ടം തുടങ്ങുന്നവിടെ ഓഫ് റോഡ് മേളിലേക്ക്. അത് തന്നെ മെയിൻ മലയിലോട്ട് കയറുന്നല്ലേ, മെയിൻ ഓഫ് റോഡിലേക്ക് കയറാൻ പോവാ. അത് തന്നെ. നമുക്കിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നിർത്തി പോവാം. തേയിലത്തോട്ടം കിടക്കണേ, നീണ്ടു പറഞ്ഞ് കിടക്കണം. ഏതാ വൈബ്? ഈ സൈഡിൽ കൂടെ തണലാന്ന് തോന്നുന്നു, നമുക്ക് നടന്നങ്ങോട്ട് പോവാം. വല്ല പാമ്പും കടിക്കാൻ തന്നെ മതിയായിരുന്നു. എടാ കുഞ്ഞാ, മറ്റേ ഇൻസ്റ്റാ റീലിനകത്തെ പോലെ ചുമ്മാ ഓടിക്ക്, നമുക്ക് ഇടയ്ക്ക് കട്ട് ചെയ്ത് പാട്ടിടാം. ഹസീനൊക്കെ ഭയങ്കര ഭ്രാന്താണല്ലോ. ഏതാ ചെക്കൻ ചാടി വണ്ടേ കയറി. അയ്യോ ഞാൻ പേടിക്കണ്ട. നമ്മളിനി ഇതിന്റെ ടോപ്പിൽ ചെല്ലണം. ഇതേ കാണുന്നു, ആ ടോപ്പിൽ കയറി ചെല്ലണം. നമ്മളിനി മലമണ്ടയിൽ കയറണം. ഇത് കോൺക്രീറ്റ് അല്ലല്ലോ, ഇത് മണ്ടോട കുടിക്കാൻ ചമാരെ. അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ടാസ്ക് പിടിച്ച് ഒരുത്തൻ്റെ ഫുഡ് റഷ് അടിഞ്ഞു പോയി. അങ്ങനത്തെ സ്ഥലം പുള്ളിയും തേയിലയും കാണാത്ത ആൾക്കാർ കാണുകയല്ലോ അല്ലേ. പുള്ളിക്കാരൻ കാണാം, വാഗമണ് കാണാം. ചമാരെ നമ്മൾ ഇതിലെ തന്നെ മേളിലോട്ട് കയറിയേക്കാന്ന് വെച്ച്. അപ്പം നല്ല ടാസ്ക് ആയിരിക്കും. ഇന്ന് ഒത്തിരി ടാസ്ക് പിടിക്കാൻ തോന്നണില്ല. ഒന്ന് നമുക്ക് ശാന്തതയാണ് തോന്നണേ. നീ പയ്യെ കയറിക്കോ.
2 വഴിയുണ്ട് നമുക്ക് ഇതിലെ കയറാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം ശാന്തമായിട്ട് കിടക്കുന്ന വഴിയാണ്. അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ നല്ല ടാസ്ക് പിടിക്കണം. നമുക്ക് ഇന്നൊത്തിരി ടാസ്ക് പിടിക്കാനായിട്ട് തോന്നണില്ല. അതും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളവർ കാണിക്കണം എന്ന് വെച്ചിട്ട് നമുക്കത് കാണിക്കാൻ നിൽക്കണ്ടല്ലോ. ആരും അതിനും കൂടെ ഓർത്താൽ മതി. ഇത് മറ്റേ വഴി വന്നാൽ ഇതിലേക്ക് വന്ന് കയറും. ഇതുണ്ടോ ഈ വളവ് കണ്ടോ? അതിന്ന് അത് പിടിക്കാൻ തോന്നില്ല. ഇന്നിപ്പോൾ അത് പിടിക്കാൻ തോന്നണില്ല. നമുക്കിതിലെ സമാധാനമായിട്ട് കയറിപ്പോ. പക്ഷേ എൻ്റെ കറങ്ങാൻ തുടങ്ങിയിട്ടോ. പുറകിലോട്ട് ഇരുന്നില്ല. പുറകിലോട്ട് ഇരുന്ന് കൊടുത്താൽ മതി. ഓ എൻ്റെ നല്ല റോഡ് ടയർ കിടക്കണം. അതായിട്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് കയറിയിട്ടൊന്ന് നിർത്തിയിട്ട് കറങ്ങാം. നമ്മളിപ്പോൾ കയറി വന്ന് റെക്കോർഡിങ്ങാണ്. റെക്കോർഡിങ് നമ്മുടെ റോഡ് ടയറും കൂടെ നല്ല റോഡ് ടയർ കിടക്കണേ. അതുകൊണ്ട് അങ്ങനെ ഗ്രിപ്പ് കിട്ടൂല. നമുക്കിനി ആ മലയുടെ മണ്ടേ കയറിച്ചല്ല. കയ്യെ പിടിച്ചാൽ മതി. കറക്കി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കറങ്ങുള്ളൂ. ആരും ഇല്ലാട്ടോ ചേരാ. അവള് മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. ഞാൻ പെട്രോൾ ഓണാക്കിയോ? ഇല്ല, പെട്രോൾ ഓണാക്കിയില്ലായിരുന്നു. വണ്ടി വീസടിക്കാൻ തുടങ്ങി. പെട്രോൾ ഓഫാക്കിയിട്ടേക്കായിരുന്നു വണ്ടിയുടെ. ചാട്ടം തുടങ്ങി. ചാടി തന്നെ കയറാം. ചാടിയില്ല. ഓ ആ മണ്ടത്തരായി. നീച്ചൂടെ ഇറങ്ങിയിട്ട് ഓ നിർത്തി കഴിഞ്ഞ് പറ്റിപ്പോയി. നിർത്താൻ പോയത് മണ്ടത്തരായി. ഒറ്റ പിടുത്തത്തിന് കയറണേ. ഓ കയറില്ല. ഭയങ്കര ഇതായിപ്പോടാ. ചാറില്ല. ഞാൻ മണ്ടത്താൻ കാണിച്ച. നമ്മള് ഇങ്ങനത്തെ വഴി കൂടെ വരുമ്പോ നിർത്തല്ലേ. നിർത്തിക്കഴിഞ്ഞാ ഇപ്പൊ ഞാൻ കാണിച്ചോളത്തെ മണ്ടത്തിലായിപ്പോ. നമ്മുടെ റോഡ് ടയർ വിട്ടുകൊണ്ട് ഒറ്റ ചാട്ടത്തിൽ കയറി പോകാൻ നോക്കണം. നല്ല മണ്ടത്തിലാവും. നേരെ എത്തിട്ടാ മലയുടെ മണ്ടയ്ക്ക് എത്തി. നമ്മളിനി തിരിച്ചു വരുമ്പോ ആ വഴിക്ക് വരുമല്ലേ? നമുക്കിനി പോയിട്ട് അതിലേക്ക് തിരിച്ചു വരാം. ഈ വഴി നമ്മൾ കയറി പോകുന്നു. തിരിച്ചിറങ്ങിയിട്ട് വേറെ വഴി വരാം. നമ്മളിത് എവിടുന്നാ കയറി വന്നേ? നമ്മൾ ആദ്യം കണ്ടേ അവിടെ നിന്ന് ആ മലയൊക്കെയല്ലേ. കൊളമാവ് ഡാം. കൊളമാവ് ഡാം. ആ ഡാമിന്റെ ഭാഗങ്ങൾ. അതിനകത്ത് സൂം കിട്ടില്ല. നമ്മുടെ കണ്ണ് കാണുന്ന ക്യാമറ കാണൂലെന്ന്. ആടി നല്ല കാറ്റ്. നല്ല കാറ്റ് വരുന്നുണ്ട്. നല്ല വെയിലും. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. വെച്ചാൽ നമ്മള് ഒരു മലയുടെ മണ്ട എത്തിയില്ലേ? ഒരു മലയുടെ മണ്ടയില്ല. നല്ല കാറ്റ് വേണം. മറ്റേ സൗണ്ട് കേൾക്കാതിരിക്കില്ല. കാറ്റിന്റെ സൗണ്ട് കേൾക്കാതിരിക്കില്ല. നല്ലോണം. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇനിയിപ്പോ അത് കണ്ടോ ചാര ഒരു 3 വഴി പോലെ കാണുന്നുണ്ടോ? ആ 2 എണ്ണം ഒരേപോലെ കിടക്കണ 2 പഴയ വഴി, മറ്റേ പുതിയ വഴി. നമുക്ക് പുതിയ വഴി കൂടെ കയറി നോക്കാം അല്ലേ? പുതിയ വഴി കൂടെ കയറി നോക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ? ഇനിയാണ് ഇറക്കം.
അതാണോ ഇതാണോ നല്ല വഴി? ഇതായിരിക്കും കണക്കാ, രണ്ടും നല്ല ഇങ്ങനെ ചാടിക്കണം. ആ തിരമാല പോലെ കിടക്കാൻ പറ്റാറ്, നമുക്ക് വയ്യ ഇറങ്ങാം. അടുപ്പിച്ച് പോകണ്ട, ഗ്യാപ്പിട്ട് പോകണം. വണ്ടി മറ്റേ മൂളുന്ന ഗിയറൊക്കെ വീണിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് വിട്ടു പിടിക്കുമല്ലോ. ക്ലച്ച് താങ്ങണ്ട, സ്കൂട്ടി ഇറങ്ങി പോട്ടെ. പിന്നെ ഒന്ന് ചെറുതായിട്ട് തെന്നി വണ്ടി. പശുവൊക്കെ എന്നാ വെയിലത്ത് നിന്നാടാ പുല്ല് വരുന്നത്. അത് തന്നെ നോക്കി, ഒരു പശു മരത്തിന്റെ ചോട്ടി നിന്നാ പുല്ലാണ്. ഒരു പശു മരത്തിന്റെ ചോട്ടി നിന്ന് അവന് ബുദ്ധിയുണ്ട്. വന്നപ്പോഴേക്കും ഹാൻഡിൽ ഫ്രണ്ടോട്ട് പോയി. അരക്കെട്ട് കിടന്ന് ഞാൻ ഓണാക്കിയോ നോക്കട്ടെ. പിന്നെ പെട്രോൾ ഓണാക്കിയോ? ആദ്യം പെട്രോൾ ഓഫാക്കിയിട്ട് നമുക്ക് അവിടെ അത് പെട്രോൾ ഓഫാക്കി വന്നിട്ട് ആ രീതിയിൽ ഫിറ്റിംഗ് അടിച്ചിട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നത് നമ്മളാദ്യം കുടുങ്ങിയത്. ഓർക്കണിൻ്റെ കറക്റ്റ് നല്ലതാണുള്ളത്. പറഞ്ഞേക്കാം, അവൻ പറഞ്ഞ അവിടെ എത്തി. നമ്മള് പിന്നെ എന്തിനാണ് പമ്മണല്ലേ, നമുക്കും പറക്കാം. അവിടെ ഇത് ഒത്തിരി വണ്ടി കയറാത്തതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് വഴി കിടക്കുന്നു. താഴണം. ഇവിടെ ഉണ്ടല്ലോ മറ്റേ ഇവിടെ മറ്റേ ജീപ്പ്, മറ്റേ നമ്മൾ പറഞ്ഞില്ലേ ജീപ്പ് വരുന്നതെന്നാണ്. ഇതുണ്ട ഈ രീതിയിലാണ് ജീപ്പുകാർ ഇവിടെ വന്നിട്ട്, ജീപ്പുകാർ ആൾക്കാരെ കൊണ്ട് വന്നിട്ട് വാഗമണ്ണിൽ നിന്ന് ട്രിപ്പ് വരുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഇവിടെ ഇട്ട് ജീപ്പുകാരെല്ലാം കൂടെ ഇവിടെ ഇട്ട് വട്ടം കറക്കിയിട്ട് അങ്ങോട്ട് താഴോട്ട് പോകുള്ളൂ. ഇവിടെ വന്നിട്ട് നടുക്ക് വന്നിട്ട് സെൻറ്റർ വന്നിട്ട് കാണാം. നമുക്ക് വണ്ടിയുടെ മണ്ടേ കയറി വന്നിട്ട് നോക്കാം. അത് തന്നെ ഇവിടെ വന്നിട്ട് ഫുള്ള് കളിക്കാം. ടാങ്ക് ഇളകുന്നുണ്ടെന്ന് വണ്ടി. മറ്റേ കുച്ചിപ്പൊടിയൊക്കെ കളിക്കണമല്ലോ, മറ്റേ പാത്രത്തെ കിടന്ന് കറക്കണമല്ലേ ഞാൻ കറക്കണേ. കറക്കി തീരാറായോ? ഇല്ല. ഇതാട്ടോ ചേട്ടാ നമ്മള് വന്ന് വല, ആ വല ഏതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്. ഡാമിൻ്റെ എൻ്റെ അവിടെ ഡാമേ ചെന്നിട്ട് നിർത്താം. താഴോട്ട് ഇറങ്ങിയേക്കാം അല്ലേ? മുന്നേ ഇറങ്ങിക്കോട്ടെ. പോട്ടെ, നല്ല വഴി നോക്കിയിട്ട് പെട്രോൾ ഓണാക്കിക്കോ. ഇതിൻ്റെ മറ്റേ കാർബറേറ്ററിന് ചെറിയൊരു ലീക്ക് വന്നിട്ടേ ഓവർഫ്ലോ ആയിട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ ഓഫാക്കി വെക്കും. പാടുള്ള വഴി തന്നെ നോക്കി കണ്ടുപിടിക്കണോ? ഇപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഇടയ്ക്കൊരു മഴ പെയ്യുന്നോണ്ടേ മണ്ണത്ര ഇല്ല. അല്ലെ ഭയങ്കര പൊടിയായിട്ട് കിടക്കണമെങ്കിൽ ഇതിലേ കയറി വരണമെങ്കിൽ ഇച്ചിരി പണിയാകും. കയറി വരുന്നത് പിന്നെ കുഴപ്പമില്ല, ഇറങ്ങിപ്പോകാണ് ടാസ്ക്. കയറി വരുന്നതെന്ന് പറഞ്ഞാൽ കയറ്റല്ലേ കയറുന്നേ, വണ്ടി മേലോട്ട് കയറി ജോയിൻ്റ് അടിച്ച് നിൽക്കും. ഇറക്കുമ്പോൾ അങ്ങനെയല്ല, നിരക്കിക്കൊണ്ട് പോകും നമ്മളെ വണ്ടി. പറക്കാണ് പിന്നെടാ, മെയിൻ റോഡാന്നാണ് ഓർത്തേക്കണം. പറക്കണു ഇവരെന്താടാ ഇവരെന്താ പറ്റിയത്? ഇതിനെ ടാസ്കുള്ള പരിപാടിയല്ല, ഒന്നും കുഴപ്പമില്ല. ആരും ഇല്ലാത്തപ്പോഴൊക്കെ വന്ന് ഇങ്ങനെ അടിച്ചിട്ട് പോകണം, അതാ പറ്റും. എല്ലാം നിറച്ച് മറ്റേ ജീപ്പുകാരും വണ്ടിക്കാരും ഒക്കെ ആയിരിക്കും. അതിൻ്റെ രസമാണ് കേട്ടോ. വലത്ത് പിടിച്ചോളാം. അങ്ങോട്ടിനി ഇറക്കണ്ടേ, വലത്തോട്ട് കയറിക്കോ. പൊടി രണ്ട് സൈഡും തട്ടണ രീതിയിലാണ്. കാലൊക്കെ ഒതുക്കി അകത്തോട്ട് കയറ്റി വെച്ചിട്ട്. ഇത് കൈമുറിയല്ലോടാ ഈ പള്ള. വഴി കാണത്തില്ല, ചുമ്മാ ഇറങ്ങി പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വീൽപ്പാട് അതായതുകൊണ്ട് വണ്ടി അതിനകത്ത് തെന്നി മാറൂല. നല്ല പൊടി എന്നാന്നിറങ്ങി. വേറെ കല്ലിട്ട് വെച്ചേക്കണേ, ഇതാണ് കേട്ടോ. ഒത്തിരി പൊടിയാകുമ്പോൾ അവൻ്റെ കണ്ടോ, അവൻ്റെ ഫസ്റ്റ് ഗിയറും നമ്മുടെ ഫസ്റ്റ് ഗിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഇറങ്ങിയില്ലേ, അവൻ അവിടെ നിന്ന് ചാടിത്തുള്ളി പോയതുണ്ടോ, അതാണ് വണ്ടിയുടെ വ്യത്യാസം.
ബാക്കാറൊക്കെ തെന്നിയാണ് ചമരം കട്ടയില്ലാത്ത അവൻ്റെ ടയറിന് ഏറ്റവും ഗ്രിപ്പ് എന്ന് തോന്നുന്നു. എടുത്ത് ചാടിയൊക്കെ പോകും. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റാണ് കേട്ടോ നമ്മൾ ബൈക്കിങ് കൊണ്ടിട്ട് ഇങ്ങനെ വ്ലോഗ് പിടിക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ട് ആ എടുക്കുന്ന രീതിയുടെ ഒക്കെ ഒരു സൂപ്പർവ് വേണം. അത് നമുക്ക് ചെയ്ത് സെറ്റാക്കാം. അപ്പം എങ്ങനെയാണ് ഈ ഇറക്കത്ത് പറക്കണേ? ഇത് മറ്റേ പോലെയൊക്കെ തന്നെ, ജസ്റ്റ് എല്ലാം മലകളായതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യൂ അത് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ മഴയുള്ള സമയത്ത് ഇവിടെ വന്ന് ഇരിക്കാൻ അടിപൊളിയാ. മഞ്ഞ മൊത്തം ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മഞ്ഞ് അടിച്ചു കയറത്തുള്ളൂ ഇങ്ങോട്ട്. അത് തന്നെ. മഴ ടൈമൊക്കെ ആണെങ്കിൽ നൈസാണ്. നല്ല തണുപ്പും നല്ല തണുപ്പൊക്കെ അടിച്ച് ഇവിടെ ഇരുന്നിട്ട് ദൂരോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല മഴയും മഞ്ഞൊക്കെ വേണം അല്ലേ. മഴ കഴിഞ്ഞിട്ടൊരു മഞ്ഞുണ്ടല്ലോ, ആ ടൈമിൽ വേണം. അപ്പൊ നമ്മള് റൈഡൊക്കെ കഴിഞ്ഞത് ഇവിടെ എത്തിയിരിക്കുന്നു, തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ മലയൊക്കെ കയറി ഇറങ്ങിയില്ലേ? മലയൊക്കെ കയറി ഇറങ്ങി. എന്നാലും ഇപ്പോഴും മല തന്നെയാണ്, ഇപ്പോഴും മല തന്നെ. മല കയറി ഇറങ്ങണം വീട്ടിൽ പോകണമെങ്കിൽ. പിന്നെ നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷനിൽ ഇപ്പൊ സ്പ്ലെൻഡർ തന്നെ ജയിച്ചു കേട്ടോ. സ്പ്ലെൻഡർ അല്ല, കുഞ്ഞനെ ജയിച്ചത്. ഞാൻ മറ്റേ കാറ്റഗറിയിൽ കുടുങ്ങി പോയി. അത് ചവിട്ടി അവിടെ നിർത്തിയോണ്ടാ. അത് എന്റെ വണ്ടിയുടെ കുഴപ്പമല്ല കേട്ടോ, വണ്ടിയുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമില്ല. അതുപോലെ ഞാൻ ജയിച്ചത് വണ്ടിയുടെ ഗുണമല്ല, അവന്റെ ഗുണം അവൻ ജയിച്ചത്. നമ്മുടെ ഉൾപ്പുണി റൈഡ് തീർന്നു. അവിടെ ഇച്ചിരി ഒരു അഡ്വഞ്ചർ ബൈക്കോ ഡേർട്ട് ബൈക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു ഇച്ചിരി വൈബ് ഉണ്ടായിരുന്നു അല്ലേ. ഇതാണ് നമുക്ക് വണ്ടി പോവാണ്ട് നമ്മൾ നോക്കണമല്ലോ. നമ്മൾ ഈ റോഡ് ബൈക്കൊക്കെ കൊണ്ടുപോയി അത് തന്നെ. റോഡ് ബൈക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചാട്ടം ചാടിക്കഴിഞ്ഞാലും വണ്ടിയുടെ എല്ലാം ഇളകി പോവുള്ളൂ. ഇവന്റെ ഒരു ഹാൻഡിൽ ലൂസായി പോയി. പ്രതീക്ഷയെക്കാളും സൂപ്പറായിട്ട് വണ്ടി കേറി. അത് തന്നെ. സാധാരണ ഒരു കറക്കം കറങ്ങേണ്ടതാണ്. ആ കറക്കം ഞാൻ കറങ്ങി. ട്രക്കിങ്ങുകാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റി വഴി കൂടെ. അത് തന്നെ, പറപ്പിക്കാൻ പറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറപ്പിക്കാൻ പറ്റില്ല, കാരണം ജീപ്പുകാർ വരുന്ന വണ്ടി ഇങ്ങനെ കയറി വരും. ഞങ്ങളൊരു എൻഡ്യൂറോ ബൈക്കോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അഡ്വഞ്ചർ അല്ലെ മറ്റേ ഡേർട്ട് ബൈക്ക്, അല്ലെങ്കിൽ മറ്റേ KTM അഡ്വഞ്ചർ 390 അല്ലെങ്കിൽ കവാസകിയുടെ KLX അല്ല പിന്നെ നമ്മുടെ എന്താ എക്സ്പൾസ് അല്ലേ, എക്സ്പൾസ് അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ സെറ്റ് ആക്കുകയാണെങ്കിൽ ഇമ്പൾസ്. ഇമ്പൾസിന് കൊടുക്കത്തെ വില ഇമാര് പറയണ എന്ത് ചെയ്യാനാണ്. അങ്ങനത്തെ എന്തെങ്കിലും വണ്ടിയും കൂടെ എടുക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് സൈക്കിളിന്റെ ഒപ്പം ഇതും ബൈക്കിന്റെയും കൂടെ ഓഫ് റോഡ് പിടിക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സെറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് ഫണ്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം, സെറ്റാക്കി എടുക്കാം. അത് എല്ലാവരും കൂടെ ആദ്യം സമയത്ത് 1 million ഒക്കെ ആക്കി തരുവാണെങ്കിൽ അത്ര സഹായം. ഇനിയിപ്പം നമ്മുടെ സെയിം പരിപാടി, നേരെ വണ്ടി ഓടിച്ച് വീട്ടിൽ ചെല്ലണം, കിടന്നുറങ്ങണം. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയായിട്ട് കാണാം. ഞങ്ങൾ പോണ വഴിക്ക് ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം. വല്ലതും കിട്ടുവാണെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് അങ്ങ് ഇട്ട് വിട്ടേക്കാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ടാറ്റ കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ. അടുത്ത വീഡിയോ കാണാം.